കൊല്ലത്ത് ഷോക്കേറ്റ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള രേഖ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ തുറക്കൽ മാർഗരേഖ മാനേജ്മെന്റ് അവഗണിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സ്കൂളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ വൈദ്യുത കണക്ഷനുകൾ അപകടരഹിതമാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികളില്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ എന്നിവ ശ്രദ്ധിക്കണം. അപകടകരമായ വിധം കാണുകയാണെങ്കിൽ KCB അധികൃതരെ അറിയിക്കണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. 24 ബ്രേക്കിംഗ്. റിനു ശ്രീധറാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, ഇത് സ്കൂൾ തുറക്കലിന് മുന്നോടിയായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്ന മാർഗരേഖയാണല്ലോ. ഈ നിർദ്ദേശങ്ങളൊന്നും ഈ സ്കൂളിൽ പാലിക്കപ്പെട്ടില്ല എന്നാണോ വ്യക്തമാവുന്നത് റിനു? തീർച്ചയായും ഉന്മേഷ, ഒരു സ്കൂൾ തുറപ്പ് സമയമാകുമ്പോൾ കൃത്യമായി തന്നെ സർക്കാർ ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വെക്കുന്നതാണ്. അത്തരമൊരു മാർഗരേഖയാണിപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ മാർഗരേഖയിൽ കൃത്യമായി ഈ ഒരു സ്കൂളിലെ അധികൃതർ എടുക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ എന്താണ് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. പരിശോധിച്ച് അത് കൃത്യമാണെന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ സ്കൂളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കാവൂ എന്നുള്ളതാണ് ഈ മാർഗരേഖയിൽ പറയുന്നത്. ഈ കൊല്ലത്ത് കുട്ടി ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ മാർഗരേഖ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മാർഗരേഖയിൽ കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. ഈ തേവലക്കരയിൽ മാനേജ്മെന്റ് ഇത് അവഗണിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. സ്കൂളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ വൈദ്യുത കണക്ഷനുകൾ അപകടരഹിതമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ മാർഗരേഖയിൽ വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, അതുപോലെ തന്നെ സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോർമറുകൾ എന്നിവ കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് മാറ്റിസ്ഥാപിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുള്ളതാണ്. അപകടരഹിതമാം വിധം കാണുകയാണെങ്കിൽ KCB അധികൃതരെ അറിയിക്കണമെന്നും മാർഗരേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞപ്പോഴും ഇക്കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഈ മാർഗരേഖ എന്തുകൊണ്ട് സ്കൂൾ അധികൃതർ പാലിച്ചില്ല എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ അല്ലെങ്കിൽ HM മറ്റ് അധ്യാപകർക്കും അവിടെ എന്താണ് ജോലി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ചത്. ഇന്നലെ തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ചിരുന്നു. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സ്കൂൾ അധികൃതർക്ക് ഉണ്ടായിട്ടുണ്ട്. അധ്യാപകരും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ, അതുപോലെ തന്നെ മാനേജ്മെന്റ് അംഗങ്ങൾ, ഇവർക്കെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അല്പസമയത്തിനകം അല്ലെങ്കിൽ ഇന്ന് 11 മണിയോടുകൂടി തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എന്നുള്ളതാണ്. ആ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അധ്യാപകരടക്കമുള്ളവർ, അതായത് ഹെഡ് മാസ്റ്റർ അടക്കമുള്ളവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം വൈദ്യുത വകുപ്പിനും വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈദ്യുത വകുപ്പ് മന്ത്രിയും അത് ഏറ്റുപറയുന്ന ഒരു സാഹചര്യമുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അത് ഏറ്റുപറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. മന്ത്രി ഇന്നലെ പറഞ്ഞത് കേരളത്തിന് ഒരു മകനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും ആ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം സർക്കാർ നിൽക്കും, എല്ലാവിധ സഹായവും നൽകും എന്നുള്ളത് തന്നെയാണ് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സ്കൂളുകളിൽ കൃത്യമായിട്ടുള്ള ഈ മാർഗരേഖ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് അതിശക്തമായിട്ടുള്ള ഒരു പരിശോധനയിലൂടെ കൃത്യമായി അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്നുള്ളൊരു കാര്യവും മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മാർഗരേഖകൾ പാലിക്കാത്ത സ്കൂളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുത്തു മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിലിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഉന്മേഷ. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.